വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ യു ടേൺ. പാരഡി ഗാനത്തിനെതിരായ കേസുകൾ പിൻവലിക്കാനും തുടർ നീക്കങ്ങൾ മരവിപ്പിക്കാനും ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകി. വൈകി വന്ന വിവേകം എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇത് തീവ്ര വലതുപക്ഷ ഗവൺമെന്റാണ്. ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത് പോലെ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു എതിർപ്പിനെയും അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം, ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ഇത് കേരളമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയം എന്നായിരുന്നു പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരുടെ പ്രതികരണം. ഒക്ടോബർ 29-നാണ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത്. 29-ന് ശേഷം ഏകദേശം 1.5 മാസത്തിന് ശേഷം മാത്രമാണ് ഈ വിവാദമായി മാറുന്നത്. എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ മതനിന്ദ നടത്തിയെന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല. ഒരാളും അങ്ങനെ ഒരു വാക്ക് പോലും എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എല്ലാവരും നന്നായി നല്ല പാട്ട് ആസ്വദിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ GP കുഞ്ഞബ്ദുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കോർത്തിണക്കി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഗാനങ്ങൾ തയ്യാറാക്കി വിടുന്ന ആളാണ് GP കുഞ്ഞബ്ദുള്ള. അയാളുടെ ഒരു പാട്ട് വന്നു, അത് അനീഫ മുടിക്കോട് ഞാനും ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഡാനിഷനെ കൊണ്ട് പാടിച്ച് പുറത്തിറക്കി. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അത് UDF-കാരും BJP-കാരും അടക്കം ഒരു വിധം രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പല്ലവി മാത്രമാണ് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നത്. പക്ഷേ അതിൻ്റെ അനുചരണങ്ങളും മറ്റു വിഷയങ്ങളിലേക്കും പോകുന്നുണ്ട്. ഈ പാട്ടിൽ അങ്ങനത്തെ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നൊന്നും ഇല്ലയെന്ന് അന്നേ ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവർ ഈ വർക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഇതങ്ങനെ കേസ് പിൻവലിച്ചതിൽ സന്തോഷം. അല്ല, അങ്ങനെ ഭയമൊന്നുമില്ല. ഇവരെല്ലാവരും നമ്മൾ കൂടുതലതാണ്. ഇതൊക്കെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച തന്നെയാണ്. ഇവരെല്ലാവരും നമ്മളൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് അവരുടെ സപ്പോർട്ടൊക്കെ അറിയിച്ച്. കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവും. കാരണം നമുക്ക് ഫ്രണ്ട്സൊക്കെ ശബരിമലയ്ക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരുടെ കൂട്ടത്തിലും വർക്ക് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ഇപ്പം ഇവിടെ ഒരുപാട്, അതായത് എല്ലാ വിഭാഗത്തിൻ്റെ പാട്ടും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.